ശ്രീ CK ഷാക്കിർ, UDF എന്തായാലും പിന്തുണയ്ക്കുവാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് പിന്തുണച്ചാലും. കാരണം പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. പാർട്ടിയെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ മുതിർന്ന നേതൃത്വത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നേരെ ഈ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ആളുകളല്ല, അതിനേക്കാൾ താഴെയുള്ള ആളുകൾ നടത്തിയ അധിക്ഷേപങ്ങൾ, പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റിയിലുള്ളവർ പ്രതികരിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പരാതി. അദ്ദേഹത്തിനെ സുധാകുരൻ എന്ന് വിളിച്ചിട്ട് പോലും ആരും ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായി മാറുമല്ലോ. അപ്പോൾ ഇതുകൂടി ചിന്തിച്ചുള്ള ഒരു നിലപാടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നും UDF നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ. സഖാവ് MP ഗോവിന്ദന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം G സുധാകരനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതായി സുധാകരൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരല്ല. ഒരു പരിഗണനയും അർഹിക്കുന്നില്ല, പരിഗണിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് പുച്ഛഭാവത്തോടെ സംസാരിച്ചതിൻ്റെ പ്രതികരണമായിട്ടാണ് G സുധാകരൻ ആദ്യമായി ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത്. എനിക്ക് ന്യൂസ് 8 ചർച്ചയിലിരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. G സുധാകരനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള CPMന്റെ നേതാക്കന്മാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുമെന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ മഞ്ജുഷിന്റെ നേതൃത്വത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്ക്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 2-3 ദിവസം ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. അതിനിടക്ക് മാനപ്പടക്കം പോലെ CPMന്റെ പ്രമുഖരായ യഥാർത്ഥ കമ്മ്യൂണിസം അവശേഷിക്കുന്ന മാന്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഒന്നൊന്നായി പടിയിറങ്ങി വരും. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീ G സുധാകരനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം എന്താണ്? പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ഇപ്പോൾ CPMനകത്തുള്ളത്. അപ്പോൾ അതിൽ അവശേഷിക്കുന്ന ആ ക്രിമിനൽ സംഘത്തിൽ, പൊളിറ്റിക്കൽ ക്രിമിനൽ സംഘത്തിൽ ഞാനില്ല, ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തു വരികയാണ്. അതിനെ കേരളത്തിൽ എല്ലാവരും കൈയടിക്കുന്നു. സ്വാഭാവിക UDFും കൈയടിക്കും. നമുക്കറിയാം G സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മിടുക്കനായ പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളുടെ വർത്തമാനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. പാലാരിവട്ടം പ്രശ്നവും പാലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രാഷ്ട്രീയ ലാഭത്തോട് ദുഷ്ടലാക്കോട് കൂടി ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തപ്പോൾ G സുധാകരൻ അന്ന് നടത്തിയ പ്രസ്താവന ഓർമ്മയുണ്ടാകും. ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന ഒരു മികച്ച മന്ത്രിയെ ഈ വിഷയത്തിൽ നിങ്ങൾ കുറ്റക്കാരനാക്കരുത്, മന്ത്രി കുറ്റക്കാരനല്ല എന്ന് പരസ്യമായി പറയാൻ CPMന്റെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള G സുധാകരൻ തയ്യാറായിരുന്നു. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലവാരം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അത് മാന്യന്മാരുടെ രാഷ്ട്രീയമാണ്. അദ്ദേഹം ശരിയായ കമ്മ്യൂണിസ്റ്റാണ്. ആ ശരിയായ കമ്മ്യൂണിസ്റ്റ് ഇന്നില്ല. കമ്മ്യൂണിസത്തിൽ അപജയം സംഭവിച്ചിരിക്കുന്നു. ആ അപജയം സംഭവിച്ച കമ്മ്യൂണിസത്തിൽ ഞാനില്ല, പൊളിറ്റിക്കൽ ക്രിമിനൽ സംഘത്തിനൊപ്പം ഞാനില്ല എന്ന് പറഞ്ഞ് ധീരമായി നിലപാട് സ്വീകരിച്ച G സുധാകരനെ പ്രബുദ്ധ മലയാളി ജനാധിപത്യ ബോധമുള്ള ആളുകൾ എല്ലാവരും സല്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അദ്ദേഹം ഏത് പാർട്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് UDFന്റെ കോൺഗ്രസിൻ്റെ ഒക്കെ തീരുമാനങ്ങൾ, മറ്റ് ഘടകകക്ഷികൾ തീരുമാനങ്ങളൊക്കെ പറയാമെന്ന് ശ്രീ VD സതീശൻ ഇന്ന് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം CPMന്റെ ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മൾ പിന്നെ പണിക്കരാവട്ടെ, മറ്റ് എല്ലാവരും നിങ്ങളൊക്കെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ജെന്റിൽ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഇത്രയും കാലം അദ്ദേഹം വളരെ ഉഷാറായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ദിവസം PK ശശിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അവിടുത്തെ DYFIയുടെ ഒരു ജില്ലാ ഭാരവാഹി വളരെ മോശമായി പ്രതികരണം നടത്തി. അതേ വ്യക്തി തന്നെ ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ആരാധ്യനായ നേതാവ് എന്നാണ്. അതായത് ഇപ്പം നിങ്ങൾ നേരത്തെ മഞ്ജുഷൊക്കെ പറഞ്ഞതുപോലെ പാർട്ടി വിട്ടാൽ ഇവർക്ക് കുലംകുത്തിയാണ്. എന്നാൽ വർഗവഞ്ചകൻ എന്നുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചു തുടങ്ങി. പക്ഷേ ഇത് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനോട് ഇപ്പോൾ UDFന്റെ നേതാക്കൾ പോലും പറയുന്നു, അവർക്ക് പോലും അത് പറയാൻ അർഹതയുണ്ട്. കാരണം സുധാകരൻ അത്രയും വിമർശനത്തിന് വിധേയരായിട്ടില്ല UDFന്റെ പക്ഷത്ത് നിന്ന്. കാരണം അങ്ങനെ വിമർശനം കേൾക്കാൻ മാത്രം അദ്ദേഹം ഈ അഴിമതി നടത്തുകയോ സ്വജനപക്ഷപാതം നടത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഉപമ അത് അദ്ദേഹത്തിന് യോജിക്കുന്നതാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് നിങ്ങൾ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ മുഴുവൻ അധിക്ഷേപിക്കാൻ നടക്കുന്നത്. അദ്ദേഹത്തിന് വീടിന് അടുത്ത് വരെ പോസ്റ്റർ പതിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല കേട്ടോ എന്ന് പറയുന്നുമുണ്ട്. ഞാൻ അതിലേക്ക് വരാം.
നിങ്ങൾ ഈ ശ്രീജിത്ത് പണിക്കരായാലും ശ്രീ ശാക്ര ആയാലും ജി സുധാകരൻ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും വെള്ളപൂശുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. വെള്ളപൂശേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ. അദ്ദേഹം ഓൾറെഡി ഞാൻ ചോദിക്കട്ടെ, ഈ ഇദ്ദേഹം നല്ല മന്ത്രി എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുവായ ജക്കബ് സാറും എല്ലാവരും സമ്മതിച്ചതാണ്. ഈ നല്ല ജി സുധാകരന് നല്ല മന്ത്രിയാകാനുള്ള അവസരം ആരാണ് സാർ നൽകിയത്? ആരാണ് സാർ നൽകിയത്? 10 വർഷം 2 തവണ MLA മന്ത്രിയായിരുന്നല്ലോ, 20 വർഷം MLA ആയിരുന്നല്ലോ, MLA പോട്ടെ മന്ത്രിയായിരുന്നല്ലോ. അഴിമതിയുടെ കറ പുരളാത്ത സംശുദ്ധനായ നേതാവ്. ഈ നേതാവാകാനുള്ള അവസരം ആരാണ് നൽകിയത്? മുസ്ലിം ലീഗോ? ഈ ശാക്കറിന്റെ പാർട്ടി മുസ്ലിം ലീഗോ നൽകിയത്? അതെ കോൺഗ്രസോ നൽകിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസരം കൊടുത്തിട്ടല്ലേ അദ്ദേഹം ജയിച്ചത്, മന്ത്രിയായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ അദ്ദേഹത്തിന് മന്ത്രിയാക്കി. അപ്പം നല്ല മന്ത്രിയാകാനുള്ള അവസരം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ അതിലേക്ക് വരാം. സാർ, പ്രസ്ഥാനമാണോ വലുത്, വ്യക്തിയാണോ സാർ വലുത്? പറയണം. വ്യക്തികളെല്ലാവരും ചേർന്നാണ് ഒരു പ്രസ്ഥാനം. ഒരു വ്യക്തിയാണ്, പ്രസ്ഥാനമാണ് വലുത്, വ്യക്തികൾക്കല്ല. അതിലേക്ക് വരാം സാർ. ഒരു ഉറുദു കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞാണ്, അത് എല്ലാവരും അറിഞ്ഞത്. ഞാൻ അതിലേക്ക് മടുപ്പിലെ പറഞ്ഞു തീർക്കാം. കടൽ തിരയടിക്കുന്നുണ്ട്, ആഞ്ഞടിക്കുന്നുണ്ട്, കാണാൻ കൗതുകം. കുട്ടി അതിൽ നിന്നൊരു ബക്കറ്റിൽ കോരി കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നു. ചോദിച്ചു, എന്താ തിര അടിക്കാത്തത്? നീ അടിക്കുന്നില്ലല്ലോ. അവിടെ നിന്നപ്പോൾ ആഞ്ഞടിച്ചു. ഞാൻ കണ്ടു, എനിക്ക് കൗതുകമായി, ആവേശമായി. എന്താ അടിക്കാത്തത്? അപ്പൊ കടൽ വെള്ളം എന്താണ് ചോദിച്ചത്? ഞാൻ സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് അടിക്കാനുള്ള ഒരു ഉത്തേജകം, ഊർജം അവരോട് ചേർന്ന് ഉണ്ടാവുന്നത്. മാറ്റം ഞാൻ ഒന്നുമല്ല എന്ന് വെള്ളം. അതുപോലെ തന്നെയാണ് സുധാകരന്റെ അവസ്ഥ. ഈ പ്രസ്ഥാനത്തിനോട് നിന്നാൽ സഖാവ് ജി സുധാകരൻ, പുറത്തുപോയ വെറും സുധാകരൻ, വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് സ്വീകരിക്കുക? ഈ മുങ്ങി താന്നുകൊണ്ടിരിക്കുക യു ഡി എഫ് ആണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? നിങ്ങളുടെ സുധാകരൻ ഉണ്ടല്ലോ, കണ്ണൂർ സിംഹം, അദ്ദേഹത്തിന് ഇവിടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് ഞാൻ പോകും. വിലപേശുന്ന മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന UDF കോൺഗ്രസ് ആണോ അപ്പൊ സ്വീകരിക്കുന്നത്? അദ്ദേഹത്തിന് ഓക്കെ. പക്ഷെ ആരാണ് ഇപ്പൊ ഫേസ്ബുക്കിലായാലും വാട്സാപ്പായാലും സോഷ്യൽ മീഡിയ നോക്കിയാൽ അദ്ദേഹത്തിന് അങ്ങ് ഇന്നലെ വരെയും ജി സുധാകരനെ തെറി പറഞ്ഞവർ, ജി സുധാകരൻ മോശമാണെന്ന് പറഞ്ഞ UDF എല്ലാം ഇന്നിപ്പോ മാളത്തിൽ നിന്ന് പുറത്ത് ചാടി അദ്ദേഹത്തിനെ അങ്ങ് പുകഴ്ത്തുകയാണ്. ജി സുധാകരനെ അങ്ങ് നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നമ്മൾ വിജയിപ്പിക്കും, പുറത്തു വരണം എന്നും പറഞ്ഞ് ഇന്നലെ വരെയും ചീത്ത വിളിച്ച UDF ഈ മുസ്ലിം ലീഗുകാർ, ഈ കോൺഗ്രസ്സുകാർ. സാർ അത് ആലോചിക്കണം സാർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഈ ജി സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ അതെന്തുകൊണ്ട് പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടിയുടെ നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് അറിയാമായിരുന്നു അദ്ദേഹം ഇങ്ങനെ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹമായി എളമരം കരീമിനെതിരെ ഉന്നയിച്ച ആരോപണം, അതിനകത്ത് എന്ത് അസത്യമാണുള്ളത്? ഒരസത്യവുമില്ല. മഞ്ജുഷ്, ഞാൻ പ്രിയപ്പെട്ട മഞ്ജുഷിനോടും ജേക്കബ് സാർ ഒഴിച്ച് ബാക്കി എൻ്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ വളരെ ബഹുമാനിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് കൃത്യമായ ഉത്തരം നിങ്ങൾ തരണം. ജേക്കബ് സാർ തരണ്ട, നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ തരണം. ഞാൻ അത് വെല്ലുവിളി എടുത്താൽ മതി. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ത് തെറ്റാണ് ജി സുധാകരനോട് ചെയ്തത്? അതൊന്ന് പറയണം. എന്ത് തെറ്റാണ് ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജി സുധാകരന് എന്ത് തെറ്റാണ്, എന്ത് കൊലച്ചതയാണ് ചെയ്തത്? അത് പറയണം. എന്ത് തെറ്റാണ് ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടാണോ തെറ്റ് ചെയ്തത്? എന്തോ വലിയ തെറ്റ് ചെയ്തൊന്നല്ല നിങ്ങളെല്ലാരും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജി സുധാകരൻ എന്ത് തെറ്റാണ് ചെയ്തത്? അന്ന് പറയാം. എന്ത് തെറ്റാണ് ചെയ്തത് ചോദിക്കണം. എന്താ അദ്ദേഹം മനസ്സിലാക്കിയതാണോ? അവസരം കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവസരം കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ശരി മഞ്ജുഷേ, ഞങ്ങൾ മറുപടി പറയാം, ചാൻസ് തരികയാണെങ്കിൽ. പറഞ്ഞോളൂ. ഓക്കെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ത് തെറ്റാ ചെയ്ത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പിണറായിസം അത് കമ്മ്യൂണിസം അല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ലേ? അത് ശരിയല്ലേ? ഒരു മിനിറ്റ് പറയട്ടെ, അദ്ദേഹം നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞതാണ്
അല്ല അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ്. അതിന്റെ അർത്ഥം എന്താണ്? അത് കമ്മ്യൂണിസം അല്ല, ഇപ്പോഴത്തെ പിണറായിസമാണ്. നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയെ, നല്ല മന്ത്രിയെ, അത് അഴിമതി രഹിതമായി കേരളത്തെ ഭരിച്ചിട്ടുള്ള ഒരാളെ ഞങ്ങൾ പ്രശംസിക്കും. അത് കമ്മ്യൂണിസത്തെയല്ല. കമ്മ്യൂണിസം അഴിമതി എന്താ പറയാ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ആടി ഉലയുന്ന കപ്പലാണ്. ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്ന മാന്യനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവശേഷിക്കുന്ന മാന്യനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് ഇതിൽ കേരളീയർക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ലീഗിനോട് പിണറായി വിജയന്റെ നാട്ടിൽ നടക്കുന്ന വികസനം നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, സാധാരണ നിങ്ങൾ പോയാല് ടെലിവിഷൻ ഉണ്ടല്ലോ, വോട്ടേജ് ഇല്ലാത്ത CPM ഒരാൾ രാജിവെച്ച് പോയാൽ അല്ല ഒരു മിനിറ്റ് 25-50 വർഷം നിങ്ങളുടെ UDF അല്ല, നിങ്ങൾ കളവ് പ്രചരിപ്പിക്കല്ലേ? കള്ളത്തരം പറയാന് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങൾക്ക് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. വേറൊരു കാര്യം പറയട്ടെ സുഹൃത്തെ, അല്ല ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ സാധാരണ CPM ആര് രാജിവെച്ചാലും കോന്നി മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഒരു നോട്ടീസ് സർജറി വിഭാഗത്തിൽ തന്നെ പതിച്ചിരിക്കുകയാണ്. അത് അവിടുത്തെ ജീവനക്കാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ പതിച്ചിരിക്കുകയാണ്. ദേവി അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് അല്ലല്ല, ആ മരണത്തിന് ഞങ്ങൾ ഉത്തരവാദികളാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വരണമെന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ഇവിടെ എന്തോ വലിയ നമ്പർ 1 കേരളം എന്നുള്ള രീതിയിൽ. ശരി, ഇന്നലെ കോന്നി അത് പല സംഭവങ്ങളും ഒറ്റപ്പെട്ടതായി വരുമ്പോൾ അത് കൂട്ടമായി തന്നെ വരും, അത് സംശയമില്ല. ഒരു കാര്യം മുഴുവൻ ശ്രീ ജേക്കബ് ജോർജ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞത് അത് CPM ഒരു പിടിവള്ളിയാണോ അല്ലയോ? പക്ഷെ അതേസമയം തന്നെ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ജേക്കബ്, സക്കീർ ലീഗിന്റെ നേതാവല്ലേ? അതെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.